أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സഹാബാക്കളുടെ ആദ്യകാല അവസ്ഥയെയും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരിലുണ്ടായ വിപ്ലവകരമായ അവസ്ഥയെയും പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് ഉമറിൻ്റെയും ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. ഈ ഉദാഹരണത്തെപ്പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ ഈ വിഷയത്തെ ആസ്പദമാക്കിയും വിവരിക്കുകയാണ്. അദ്ദേഹം എഴുതുന്നു, നോക്കുക, സഹാബാക്കൾ എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളായതെന്ന്. എങ്ങനെയാണ് അവർ വലിയ വലിയ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത്. അവർ അതിന് നല്ലപോലെ പ്രയത്നങ്ങൾ ചെയ്തു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആജന്മ ശത്രുക്കളായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശകാരിച്ചിരുന്നു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം ഖലീഫയായി. അദ്ദേഹം ആരംഭത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഠിന ശത്രുവായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. വഴിയിൽ ഒരാൾ കണ്ടുമുട്ടി. അയാൾ ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പോവുകയാണ്. അയാൾ പറഞ്ഞു, ആദ്യം നിന്റെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും വധിക്കുക, അവർ മുസ്ലിങ്ങളായിരിക്കുന്നു. അതിനുശേഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുക. അത് കേട്ടപ്പോൾ അദ്ദേഹം കോപാകുലനായി തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഒരാൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൽപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും അത് കേൾക്കുകയാണ്. അക്കാലത്ത് പർദ്ദയുടെ കൽപ്പന ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സഹാബി വീട്ടിനകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഹദ്റത്ത് ഉമർ കതകിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, തുറക്കൂ. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അകത്തുള്ളവർ അദ്ദേഹം കൊലപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ വാതിൽ തുറന്നില്ല. ഹദ്റത്ത് ഉമർ പറഞ്ഞു, വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനത് പൊളിക്കുന്നതാണ്. അപ്പോൾ അവർ വിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചിരുന്ന സഹാബിയെ ഒളിപ്പിച്ചു. സഹോദരി ഭർത്താവും ഒളിഞ്ഞിരുന്നു. സഹോദരി മാത്രം മുന്നിൽ വന്ന് വാതിൽ തുറന്നു. ഹദ്റത്ത് ഉമർ ചോദിച്ചു, എന്ത് ചെയ്യുകയായിരുന്നു? എന്തോ വായിച്ചു കൊണ്ടിരുന്നത്. അതെന്താണ്? ആരാണ്? അവർ ഭയനിമിത്തം വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഹദ്റത്ത് ഉമർ പറഞ്ഞു, വായിച്ചു കൊണ്ടിരുന്നത് എനിക്ക് കേൾപ്പിച്ചു തരൂ. സഹോദരി പറഞ്ഞു, നിങ്ങൾ അതിനെ അവമതിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളെ കൊന്നാൽ പോലും ഞങ്ങളെ കേൾപ്പിക്കുന്നതല്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അനാദരവ് കാണിക്കുകയില്ലെന്ന് വാക്ക് തന്നുകൊള്ളുന്നു. അതായത് വിശുദ്ധ ഖുർആനെ അനാദരിക്കുന്നതല്ല. അപ്പോൾ അവർ വിശുദ്ധ ഖുർആൻ കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ ഉമർ കരയുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയും ചെയ്തു. വാൾ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഉമർ, എന്തു പറ്റി? ഇതൊക്കെ എത്ര നാൾ തുടരും? അത് കേട്ടപ്പോൾ ഉമർ കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ വധിക്കാനാണ് പുറപ്പെട്ടത്, പക്ഷെ ഞാൻ സ്വയം ഇരയായി മാറിയിരിക്കുന്നു. നേരത്തെയും കേൾപ്പിച്ച സംഭവത്തിന്റെ രത്ന ചുരുക്കമാണിത്. ഹദ്റത്ത് മുസ്ലിം പറയുന്നു, ഇതായിരുന്നു ആദ്യത്തെ അവസ്ഥ. അതിൽ നിന്ന് അവർ പുരോഗതി പ്രാപിച്ചു. ഈ സഹാബാക്കൾ ആദ്യകാലത്ത് മദ്യം കഴിച്ചിരുന്നു, പരസ്പരം ശണ്ട കൂടിയിരുന്നു. സഹാബാക്കളുടെ കാര്യമാണ്. പലതരം ന്യൂനതകളും അവരിലുണ്ടായിരുന്നു. എന്നാൽ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുകയും ദീനിനു വേണ്ടി ധൈര്യത്തോടെയും അധ്വാനത്തോടെയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർ ഉന്നതസ്ഥാനീയരായെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ഉന്നതസ്ഥാനത്തേക്ക് എത്തിക്കാൻ നിമിത്തമാവുകയും ചെയ്തു.
അവർ ജന്മന സഹാബാക്കളായതല്ല, അവർ മറ്റുള്ളവരെ പോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ധൈര്യം അവലംബിക്കുകയും ചെയ്തപ്പോൾ സഹാബാക്കളായി മാറി. ഇന്ന് നാം അങ്ങനെ ചെയ്താൽ അതുപോലെ നമുക്ക് സഹാബാക്കളാക്കാൻ കഴിയുന്നതാണ്. ഹദ്രത്ത് ഉമറിന്റെ ദൈവഭയം എങ്ങനെയുള്ളതായിരുന്നു? ഇത് സംബന്ധിച്ച് നിവേദനമുണ്ട്. ഹദ്രത്ത് ഉമർ പറയുന്നു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പോലും നഷ്ടപ്പെട്ടു ചാവുകയാണെങ്കിൽ അള്ളാഹു അതേക്കുറിച്ച് ഖിയാമത്ത് നാളിൽ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെ കാണുന്നു, ഹദ്രത്ത് ഉമർ പറഞ്ഞു, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ഒട്ടകം പോലും നഷ്ടപ്പെട്ടു ചാവുകയാണെങ്കിൽ അതേക്കുറിച്ച് അള്ളാഹു ഖിയാമത്ത് നാളിൽ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹദ്രത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, ഒരു ദിവസം ഞാൻ ഉമർ ഖത്താബിനോടൊപ്പം പുറത്തേക്ക് പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു തോട്ടത്തിൽ പ്രവേശിച്ചു. എനിക്കും അദ്ദേഹത്തിനിടയിൽ മതിലുണ്ടായിരുന്നു. അദ്ദേഹം തോട്ടത്തിനുള്ളിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, വാ ഖത്താബിന്റെ മകൻ ഉമർ, നീ അമീർ മോമിനാകുന്നു. അള്ളാഹുവാണേ, നീ അള്ളാഹുവിനെ ഭയപ്പെടുക, അല്ലെങ്കിൽ അവൻ തീർച്ചയായും നിന്നെ ശിക്ഷിക്കുന്നതാണ്. ഹസ്രത്ത് ഉമറിന്റെ മോതിരത്തിൽ ഇങ്ങനെ മുദ്രിതമായിരുന്നു, കഫ ബിൽ മൗത്തി വായുദൻ യാ ഉമർ. ഉമർ, ഉപദേശി എന്ന നിലയ്ക്ക് മരണം മതിയായതാണ്. അതായത് മനുഷ്യൻ മരണത്തോർക്കുകയാണെങ്കിൽ അത് ഉപദേശിയായി മാറുന്നു. അത് അവസ്ഥകൾ നന്നാക്കാൻ പര്യാപ്തവുമാകുന്നു. അബ്ദുല്ലാബിൻ ഷഹസാദ് പറയുന്നു, ഞാൻ ഹദ്രത്ത് ഉമർ തേങ്ങുന്നത് കേട്ടു. ഞാൻ അവസാന സഫിലായിരുന്നു. അദ്ദേഹം ഇന്നമാഷ്കു ബസ്സി വഹുസിനിയിലല്ല എന്ന് പാരായണം ചെയ്യുകയായിരുന്നു. അതായത് ഞാൻ എൻ്റെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും വിലാപം അള്ളാഹുവിൽ മാത്രമാണ് സമർപ്പിക്കുന്നത്. ഈ നിവേദനം ഒരു ഖുത്ബയിൽ അതായത് ഖലീഫത്തുൽ മസീഹ് റാബിയും വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശദീകരണം അതിൽ ഇങ്ങനെ തൻ്റെ വാക്കുകളിൽ പറയുന്നു. ഹദ്രത്ത് അബ്ദുല്ലാബിൻ ഷഹദാദ് പറയുന്നു, ഹദ്രത്ത് ഉമർ ഒരിക്കൽ നമസ്കരിപ്പിക്കുകയായിരുന്നു. ഞാൻ അവസാന സഫിലായിരുന്നു. പക്ഷേ ഹദ്രത്ത് ഉമറിന്റെ കരച്ചിലിൽ കേൾക്കാമായിരുന്നു. അദ്ദേഹം ഇന്നമാഷ്കു ബസ്സി വഹുസനി ഇലല്ല എന്ന് തിലാവത്ത് ചെയ്യുകയായിരുന്നു. അതായത് ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും അള്ളാഹുവിൻ സവിധത്തിൽ മാത്രമാണ് കരഞ്ഞു തീർക്കുന്നത്. മറ്റാരുടെയും മുന്നിൽ എനിക്ക് പോകേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ ദൈവസ്മരണയിൽ ലീനനായവർക്ക് അള്ളാഹുവിൻ്റെതല്ലാതെ മറ്റൊരു ദർബാറും തങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും കരഞ്ഞു തീർക്കാൻ കാണുന്നതേയല്ല, തങ്ങളുടെ നെഞ്ചിലെ ഭാരം ഇറക്കി വയ്ക്കാനും കാണാൻ കഴിയുന്നതല്ല. നിവേദകൻ പറയുന്നു, ഞാൻ പിന്നിലെ സഫിലായിരുന്നെങ്കിലും അവിടം വരെയും ഹദ്രത്ത് ഉമറിന്റെ നെഞ്ചിലെ ഏങ്ങലടിക്കുന്ന ശബ്ദം വരുന്നുണ്ടായിരുന്നു. ആദ്യകാല സേവകരെയും ത്യാഗം ചെയ്തവരെയും ഹദ്രത്ത് ഉമർ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത്? ഇത് സംബന്ധിച്ച നിവേദനമുണ്ട്. സാല ബിൻ അബു മാലിക് പറയുന്നു, ഹദ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനവാസികളായ സ്ത്രീകൾക്കിടയിൽ തട്ടം വിതരണം ചെയ്തു. നല്ല മുന്തിയനം തട്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു നല്ല തട്ടം ബാക്കിയായി. അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന ആളുകളിൽ ആരോ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, അമീർ മോമിനീൻ, അങ്ങേത് അങ്ങയുടെ അടുക്കലുള്ള തിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൾക്ക് നൽകിയാലും. അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹദ്രത്ത് അലിയുടെ മകൾ ഹദ്രത്ത് ഉമ്മ കുൽസുമായിരുന്നു. ഹദ്രത്ത് ഉമർ പറഞ്ഞു, അല്ല, ഉമ്മ സലീദ് ഇതിനേറെ അവകാശപ്പെട്ടവളാകുന്നു. ഉമ്മ സലീദ് ഇതിനേറെ അവകാശപ്പെട്ടവളാകുന്നു. ഹദ്രത്ത് ഉമർ പറഞ്ഞു, ഹദ്രത്ത് ഉമ്മ സലീദ് അൻസാരി സ്ത്രീകൾപ്പെട്ടവരാകുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ബയ്യത്ത് ചെയ്യുകയും. ഹദ്രത്ത് ഉമർ പറഞ്ഞു, അവർ ഉഹദ് വേളയിൽ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം നിറഞ്ഞ പാത്രം എടുത്ത് കൊണ്ടുവരുമായിരുന്നു. അതുപോലെ ത്യാഗം ചെയ്തവരുടെ ത്യാഗങ്ങളെ അടുപ്പമുള്ളവരെ വിലമതിക്കുന്നതിനെ സംബന്ധിച്ചും നിവേദനമുണ്ട്. സെയ്ദ് ബിൻ അസ്ലം തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, പറയുന്നു, ഞാൻ ഹദ്രത്ത് ഉമർ ബിൻ ഖത്താബിന്റെ കൂടെ മാർക്കറ്റിൽ പോയി. ഹദ്രത്ത് ഉമറിന്റെ പിന്നിൽ ഒരു യുവതി വന്നു പറഞ്ഞു, അല്ലയോ അമീർ മോമിനീൻ, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. ചെറിയ ചെറിയ കുട്ടികളെയും വിട്ടാണ് പോയത്. അള്ളാഹുവാണേ, അവർക്ക് ആടിന്റെ കാല് പോലും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് കൃഷിയോ പാൽ തരുന്ന മൃഗങ്ങളോ ഇല്ല. ഇവർ പട്ടിണി കിടന്ന് മരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഹുഫാഫ് ബിൻ ഈമ ഗഫാരിയുടെ മകളാകുന്നു. എൻ്റെ പിതാവ് ഹുദൈബിയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സന്നിഹിതനായിരുന്നു. ഹദ്രത്ത് ഉമർ ഇത് കേട്ടപ്പോൾ നിന്നു, മുന്നോട്ട് നീങ്ങിയില്ല. ഹദ്രത്ത് ഉമർ പറഞ്ഞു, അതെ, വളരെ നല്ല ബന്ധമാണല്ലോ. അതിനുശേഷം ഉമർ തിരിച്ചുപോയി ഒരു കൊഴുത്ത ഒട്ടകത്തെയും കൊണ്ടുവന്നു. 2 ചക്ക് ധാന്യങ്ങൾ നിറച്ചു അതിന് പുറത്തു വെച്ചു.
അതിനിടയിൽ വർഷം മുഴുവൻ കഴിച്ചു കൂട്ടാൻ ആവശ്യമായ ധനവും വസ്ത്രങ്ങളും വെച്ചിരുന്നു. പിന്നെ ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോവുക, ഇത് അവസാനിക്കുന്നതിന് മുമ്പേ അള്ളാഹു നിനക്ക് തരുന്നതാണ്. ഒരാൾ പറഞ്ഞു, അമീർ മുഅ്മിനീൻ, അങ്ങ് അവർക്ക് ഒരുപാട് നൽകിയിരിക്കുന്നു. ഹദ്റത്ത് ഉമർ പറഞ്ഞു, നിന്റെ മാതാവ് നിനക്ക് നഷ്ടമാകട്ടെ. അതായത് നീരസം പ്രകടിപ്പിച്ചു. അള്ളാഹുവാണെ, ഞാൻ ഇപ്പോഴും അവരുടെ പിതാവും സഹോദരനും നീണ്ടകാലം ഒരു കോട്ടയെ വളയുകയും അവസാനം വിജയം വരിക്കുകയും ചെയ്തത് ഇന്നും എൻ്റെ കൺമുന്നിലുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ അവരുടെ രണ്ടുപേരുടെയും ആ സമരായ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയിൽ വിതരണം ചെയ്തു. അവർ രണ്ടുപേരാണ് ആ കോട്ടയെ ജയിച്ചടക്കിയത്. അതിൻ്റെ സമരായ സുഹൃത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് കിട്ടി. അതായത് അത് ഞങ്ങൾ ഭാഗിച്ചെടുത്തു. ആയതിനാൽ ഇവർ അതിൻ്റെ അവകാശികളാകുന്നു. അവർക്കും കുറച്ച് കൊടുക്കേണ്ടതുമാണ്. വൃദ്ധരെയും വികലാംഗരെയും നിർധന സ്ത്രീകളെയും മറ്റ് ജനങ്ങളെയും എങ്ങനെയാണ് ശ്രദ്ധിച്ചിരുന്നത് എന്ന് സംബന്ധിച്ച് ഒരു നിവേദനത്തിൽ പറയുന്നു. ഹദ്റത്ത് തൽഹ പറയുന്നു, ഒരിക്കൽ ഹദ്റത്ത് ഉമർ രാത്രിയുടെ അന്ധകാരത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഹദ്റത്ത് തൽഹ കാണുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് ഉമർ വീട്ടിൽ പ്രവേശിച്ചു. പിന്നെ വേറെ വീട്ടിൽ കയറി. രാവിലെ ആയപ്പോൾ ഹദ്റത്ത് തൽഹ വീട്ടിൽ പോയി. അവിടെ അന്ധയായ ഒരു വൃദ്ധ സ്ത്രീ ഉണ്ടായിരുന്നു. ഹദ്റത്ത് തൽഹ ചോദിച്ചു, രാത്രി നിന്റെ അടുത്ത് വരുന്ന ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം നീണ്ടകാലമായി എൻ്റെ സേവനങ്ങൾ ചെയ്യുന്നു, എൻ്റെ വീട്ടു ജോലികൾ ചെയ്തു തരുന്നു, എൻ്റെ അശുദ്ധികളെല്ലാം വൃത്തിയാക്കുന്നു. ഇത് കേട്ടപ്പോൾ ഹദ്റത്ത് തൽഹ ലജ്ജയോടെ തന്നോട് തന്നെ പറഞ്ഞു, നിന്റെ മാതാവ് നിന്നെ നഷ്ടമാട്ടെ. കഷ്ടം, നീ ഉമറിൻ്റെ വ്യതിരത്തെ അന്വേഷിക്കുകയാണോ? ഇവിടെ കാര്യം തന്നെ മറ്റൊന്നാണ്. ജനസേവനത്തിൻ്റെ ഉന്നത മാതൃകയാണ് ഹദ്റത്ത് ഉമർ സ്ഥാപിച്ചത്. ഹദ്റത്ത് ഉമർ ജനങ്ങളെയും ആവശ്യക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെയാണ് പൂർത്തീകരിച്ചത് സംബന്ധിച്ച് ഒരുപാട് നിവേദനങ്ങളുണ്ട്. അതായത് അദ്ദേഹം എത്രമാത്രം അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും ഇവയെല്ലാം നിറവേറ്റിയിട്ടുണ്ടായിരുന്നു എന്നും എത്രമാത്രം അക്കാര്യത്തിൽ അസ്വസ്ഥനായിരുന്നു എന്ന് നോക്കുക. അദ്ദേഹം തന്നെ പ്രജകളിൽ ആരുടെയെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റില്ലെന്ന് കണ്ടാൽ വളരെ അസ്വസ്ഥനാകുമായിരുന്നു. ചില ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഖുത്ബകളിൽ ഞാൻ വിവിധ രീതിയിൽ വിവരിച്ചു കഴിഞ്ഞതാണ്. ഉദാഹരണമായി, ഒരിക്കൽ അദ്ദേഹം രാത്രിയിൽ ഒരു സ്ത്രീയുടെ കുട്ടിയുടെ കരയുന്ന ശബ്ദം കേട്ട് അന്വേഷിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഉമർ പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ നിശ്ചയിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലം ഉണ്ടാകുന്നതിന് വേണ്ടി പാൽ കൊടുക്കുന്നില്ല. കുട്ടി വിശന്ന് കരയുകയാണ്. അത് കേട്ടപ്പോൾ ഹദ്റത്ത് ഉമർ അസ്വസ്ഥനായി. ഉമർ തന്നെ അന്നപാനീയങ്ങൾക്കുള്ള ഏർപ്പാട് ചെയ്തു. തുടർന്ന് ഓരോ നവജാത ശിശുവിനും റേഷൻ ഉണ്ടായിരിക്കുമെന്ന് വിളംബരപ്പെടുത്തി. ഒരിക്കൽ യാത്രക്കാരിയായ സ്ത്രീയുടെ കയ്യിൽ ഭക്ഷണത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രിക്ക് അവർ തമ്പടിക്കേണ്ടത് വന്നു. മക്കൾ വിശപ്പ് കാരണം കരയുകയാണ്. അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ ഉമർ തന്നെ സ്റ്റോറിൽ നിന്ന് അന്നപാനീയങ്ങളെടുത്ത് ആ സ്ത്രീയുടെ അടുക്കലെത്തി. അദ്ദേഹം ഏറെ അസ്വസ്ഥനായി. അവർക്ക് ഭക്ഷണസാധനങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കി ആ കുട്ടികൾ ചിരിച്ചു കളിക്കുന്നത് കാണുന്നവരെ അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് പോയില്ല. ഹസ്രത്ത് മുസ്ലിം മൗദ് വിവരിക്കുന്നു, ഹസ്രത്ത് ഉമറിനെ നോക്കുക, അദ്ദേഹത്തിന്റെ ആദരവും പ്രൗഢിക്കും മുന്നിൽ ലോകത്തിലെ വലിയ രാജാക്കന്മാർ വിറകൊള്ളുന്നു. കൈസറിനെയും കിസ്റിനെയും സിംഹാസനങ്ങൾ വിറച്ചു പോകുന്നു. എന്നാൽ മറുഭാഗത്ത് അന്ധകാര രാത്രികളിൽ ഒരു ഗ്രാമീണ സ്ത്രീയുടെ മക്കൾ പട്ടിണിയാണെന്ന് കണ്ടപ്പോൾ ഉമർ എന്ന പോലുള്ള ഔന്നതസ്ഥാനീയനായ വ്യക്തി അസ്വസ്ഥരാകുകയും തന്റെ പുറത്ത് മാവിന്റെ ചാക്ക് ചുമന്ന് കയ്യിൽ നെയ്യിന്റെ ഡബ്ബകളുമായി അവരുടെ അടുത്തെത്തുന്നു. കുട്ടികൾക്ക് തന്റെ കൈ കൊണ്ടുള്ള ഭക്ഷണം പാകം ചെയ്ത് തീറ്റിച്ച് അവർ സ്വസ്ഥമായി ഉറങ്ങുന്നതുവരെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോയില്ല. പിന്നെ മറ്റൊരു സംഭവം അതിനകത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു. അതിനകത്ത് ഉമർ ഷാമിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് അവരുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി മാറി വന്നു. അതായത് ആ സംഘത്തിൽ നിന്ന് മാറി ജനങ്ങളുടെ വിവരങ്ങൾ അറിയാൻ ഒരു ഭാഗത്തേക്ക് നീങ്ങി. ഒരു വൃദ്ധ സ്ത്രീ താമസിക്കുന്ന കൂടാരത്തിനടുത്തുകൂടെ അദ്ദേഹം പോവുകയായിരുന്നു. അദ്ദേഹം ആ വൃദ്ധയുടെ കാര്യങ്ങൾ തിരക്കി. അവർ പറഞ്ഞു, മനുഷ്യ, ഉമർ എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഉമർ ഉണ്ടല്ലോ, ഷാമിൽ നിന്ന് വന്നേ ഉള്ളൂ. ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് നിന്ന് നല്ല പ്രതിഫലം നൽകാതിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, കഷ്ടമാണല്ലോ, എന്താണ് കാര്യം? അതായത് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ആ സ്ത്രീ പറഞ്ഞു, അദ്ദേഹം ഖലീഫായതിനു ശേഷം ഇന്നേ വരെ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരു സംഭാവനയും ലഭ്യമായിട്ടില്ല.
ഒരു ദീനാറമോ ഒരു ദീർഘമോ പോലും കിട്ടിയിട്ടില്ല. ഹദ്റത്ത് ഉമർ പറഞ്ഞു, കഷ്ടം, നിങ്ങളെപ്പറ്റി എങ്ങനെയാണ് ഉമർ അറിവുണ്ടാവുക? ആ സ്ത്രീക്കറിയിലായിരുന്നു അത് ഉമർ ആയിരുന്നു എന്ന്. അവർ ദൂരദേഹത്ത് വനാതിർത്തിയിലാണ് താമസിച്ചത്. അതായത് ആ സ്ത്രീ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ജനങ്ങളുടെ ഭരണാധിപനായ ഒരാൾക്ക് കിഴക്കും പടിഞ്ഞാറും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കഴിയില്ല എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് ഉമർ അവരിലേക്ക് തിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഉമർ, കഷ്ടം തന്നെ, നിന്നേക്കാൾ ദീനബോധമുള്ള എത്രയെത്ര ആളുകളുണ്ടായിരിക്കും. അതിർത്ത് ഉമർ പറഞ്ഞു, നീ നിന്റെ അസ്വസ്ഥജനകമായ അവസ്ഥ എത്രയ്ക്ക് വിൽക്കാൻ തയ്യാറാണ്? അതായത് എന്താണ് നഷ്ടപരിഹാരം വേണ്ടത്? ഞാൻ അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഉമറിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്രയ്ക്കാണ് നീ നിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങളോട് കളിയാക്കരുത്. അപ്പോൾ ഉമർ പറഞ്ഞു, ഇത് കളിയാക്കുകയല്ല. ഉമർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം അവർക്കുള്ള നഷ്ടപരിഹാരം 25 ദിർഹമാണ് തീരുമാനിച്ചു. ഇതിനിടയിൽ ഹദ്റത്ത് ആ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹദ്റത്ത് അലി ബിൻ അബി താലിബും ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ മസൂദും അവിടെ എത്തിച്ചേർന്നു. അവർ രണ്ടുപേരും പറഞ്ഞു, യാ അമീറുൽ മോമിനീൻ, അസ്സലാം വലൈക്കും. ആ സ്ത്രീ തൻ്റെ കൈ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു കരുണ ചെയ്യട്ടെ, ഞാൻ അമീറുൽ മോമിനീനെ പറ്റി അദ്ദേഹത്തോട് തന്നെയാണല്ലോ മോശമായി പറഞ്ഞത്. അപ്പോൾ അമീറുൽ മോമിനീൻ പറഞ്ഞു, നിനക്ക് യാതൊരു കുഴപ്പവുമില്ല, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ. തുടർന്ന് ഹദ്റത്ത് ഉമർ ഒരു തുകൽ കഷ്ണം എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു, പക്ഷേ കിട്ടിയില്ല. പിന്നെ അദ്ദേഹം താൻ പൊതിച്ചിരുന്ന പുതപ്പിൻ്റെ ഒരു കഷ്ണം കീറിയെടുത്തു. അതിലെഴുതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഉമർ ഇന്ന സ്ത്രീയുമായി അവരുടെ നഷ്ടപരിഹാരത്തിന് 25 ദീനാർ നൽകുമെന്ന ഉടമ്പടിയാകുന്നു. ഇനി അള്ളാഹുവിന്റെ സവിധത്തിൽ മഹ്ശറയിൽ ഈ സ്ത്രീ വാദമുന്നയിച്ചാൽ ഉമർ നിരപരാധിയായിരിക്കും. അലീബിന് അബി താലിബും അബ്ദുല്ലാ ബിൻ മസൂദും ഇതിന് സാക്ഷികളാകുന്നു. പിന്നെ ആ എഴുത്ത് ഹദ്റത്ത് അലിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ മുമ്പ് ഈ ലോകം വിട്ടു പിരിഞ്ഞാൽ ഇത് എൻ്റെ കഫന്റെ കൂടെ വെക്കേണ്ടതാണ്. വിവാഹബന്ധത്തിന് ജനങ്ങൾ എത്തരത്തിലുള്ള നിലവാരമാണ് വെക്കുന്നത് എന്ന് നോക്കുക. ഇന്നും വലിയ വലിയ നിലവാരങ്ങൾ വെക്കുന്നത് നാം കാണുന്നുണ്ട്. ഹദ്റത്ത് ഉമർ വെച്ച നിലവാരം എന്തായിരുന്നു എന്ന് സംബന്ധിച്ച് ഒരു നിവേദനമുണ്ട്. ഹദ്റത്ത് അസ്ലം നിവേദനം ചെയ്യുന്നു, അദ്ദേഹത്തെ ഹദ്റത്ത് ഉമർ മോചിപ്പിച്ചതായിരുന്നു. ഒരു രാത്രി ഞാൻ അമീറുൽ മോമിനീന്റെ കൂടെ മദീനയുടെ ചുറ്റിലും കറങ്ങുകയായിരുന്നു. അദ്ദേഹം കുറച്ചു സമയം വിശ്രമിക്കാൻ വേണ്ടി ഒരു മതിലിനോട് ചേർന്ന് ചാരി നിന്നു. അത് ഒരു വൃദ്ധയുടെ വീടിന്റെ മതിലായിരുന്നു. അദ്ദേഹം മതിൽ ചാരിയിരുന്നപ്പോൾ വീട്ടിലെ വൃദ്ധ തന്റെ മകളോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, എണീക്ക്, പാലിൽ വെള്ളം ചേർക്കൂ. മകൾ പറഞ്ഞു, അമീറുൽ മോമിനീന്റെ വിളംബരക്കാരൻ പാലിൽ വെള്ളം ചേർക്കരുതെന്ന് വിളംബരപ്പെടുത്തിയത് നിങ്ങൾക്കറിയില്ലേ? മാതാവ് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ അമീറുൽ മോമിനീനോ അദ്ദേഹത്തിന്റെ വിളംബരക്കാരനോ ഇല്ലല്ലോ. ആ പെൺകുട്ടി പറഞ്ഞു, അള്ളാഹു ആണേ, അവർക്ക് മുന്നിൽ അനുസരണയും അവർ ഇല്ലാത്തപ്പോൾ അനുസരണക്കേടും കാണിക്കുന്നത് നമുക്ക് ഭൂഷണമല്ല. ഇത് കേട്ടപ്പോൾ ഉമർ ഏറെ സന്തോഷഭരിതനായി. എന്നിട്ട് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അസ്ലമേ, ഈ വീടിന് അടയാളമിടുക, അതായത് കതകിൽ അടയാളം വയ്ക്കുക. അടുത്ത ദിവസം അദ്ദേഹം ആളെ അയച്ച് ആ പെൺകുട്ടിയുടെ വിവാഹം തൻ്റെ മകൻ ആസുവുമായി നടത്തി. ആ കുട്ടിയുടെ സത്യസന്ധതയും നന്മയും കണ്ടപ്പോൾ തൻ്റെ മകനുമായി ആ കുട്ടിയുടെ വിവാഹം നടത്തി. ഹദ്റത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ പെൺകുട്ടിയുടെ സന്തതിയിൽ നിന്നുള്ള ആളായിരുന്നു. ഒരു നിവേദനത്തിൽ സൽമ വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ മാർക്കറ്റിലൂടെ പോവുകയായിരുന്നു. ഹദ്റത്ത് അമീറുൽ മോമിനീനും എന്തോ ഒരാവശ്യത്തിന് അതുവഴി പോവുകയുണ്ടായത്. അദ്ദേഹത്തിന്റെ കയ്യിൽ വടിയുണ്ടായിരുന്നു. ഹദ്റത്ത് ഉമർ പറഞ്ഞു, സൽമ, ഇങ്ങനെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ തൻ്റെ കയ്യിലെ വടി കൊണ്ട് ചെറുതായി ഒന്ന് അടിച്ചു. അതെൻ്റെ വസ്ത്രത്തിന്റെ അറ്റത്താണ് കൊണ്ടത്. അങ്ങനെ ഈ സംഭവത്തിന് വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഹദ്റത്ത് ഉമറുമായി ഞാൻ മാർക്കറ്റിൽ കണ്ടുമുട്ടി. അദ്ദേഹം ചോദിച്ചു, സൽമ, ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട് അമീറുൽ മോമിനീൻ. തുടർന്ന് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി.
ഒരു സഞ്ചിയിൽ 600 ദിർഹം എനിക്ക് തന്നിട്ട് പറഞ്ഞു, സൽമ, ഇത് നിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു കൊള്ളുക. ഇത് ഒരു വർഷം മുമ്പ് നിന്റെ വടി കൊണ്ട് അടിച്ചതിനുള്ള പകരമാണ്. സൽമ പറഞ്ഞു, അമീറുൽ മോമിനീൻ, അള്ളാഹുവാണേ, ഞാൻ ആ കാര്യം പൂർണ്ണമായും മറന്നിരുന്നു. ഇന്ന് താങ്കൾ അത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു മാർക്കറ്റിലെ വിലകൾ കാരണം ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾക്ക് അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, പൗരന്റെ അവകാശങ്ങൾ ഇടപാട് നടത്തുമ്പോൾ കാര്യങ്ങൾ മോശമാകാതിരിക്കാനും ഉൾപ്പെടുന്നു. ഇസ്ലാം ഇക്കാര്യവും അവഗണിച്ചിട്ടില്ല എന്ന് കാണാവുന്നതാണ്. ഇസ്ലാം വില കൂട്ടുന്നതിനെയും വില കൂട്ടിയ സാധനം വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്താൻ അവരെ കച്ചവടത്തിൽ പരാജയപ്പെടുത്തുവാനും വില കുറയ്ക്കുന്നതിനെയും നിരോധിച്ചിരിക്കുന്നു. ഇന്ന് കാലത്ത് മാർക്കറ്റിൽ കാണുന്നത് പോലെ തന്നെ ഒരിക്കൽ ഒരാൾ മറ്റ് കച്ചവടക്കാർക്ക് വിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ വില കുറച്ച് മുന്തിരി വിൽക്കുന്നത് കണ്ടപ്പോൾ ഹദ്റത്ത് ഉമർ അതുവഴി പോകാനിടയായി. അദ്ദേഹം അയാൾ ശകാരിച്ചു. കാരണം ഇങ്ങനെ മറ്റ് കച്ചവടക്കാർക്ക് നഷ്ടം സംഭവിക്കുന്നു. ചുരുക്കത്തിൽ ഇസ്ലാം കച്ചവടക്കാർക്കും ജനങ്ങൾക്കും നഷ്ടം വരാതിരിക്കാൻ ഇസ്ലാം വില കൂട്ടി വിൽക്കുന്നതും വില കുറച്ച് വിൽക്കുന്നതും വിരോധിച്ചിരിക്കുന്നു. ആമിർ വിവരിക്കുന്നു, ഒരാൾ ഹദ്റത്ത് ഉമർ അള്ളാഹുവിന്റെ സവിധത്തിൽ ഹാജരായി പറഞ്ഞു, എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു. അവളെ ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവനോടെ കുഴിച്ചു മൂടുകയുണ്ടായി. എന്നാൽ ഞാൻ അവളെ മരിക്കും മുമ്പേ പുറത്തെടുത്തു. അവൾ മുസ്ലിം ആയപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷകളിൽ ഒന്ന് ലഭിച്ചു. തെറ്റ് ചെയ്തത് കാരണം ശിക്ഷ കിട്ടിയതാണ്. അപ്പോൾ അവൾ ഒരു കത്തിയെടുത്ത് സ്വയം ജീവനെടുക്കാൻ തുനിഞ്ഞു. പക്ഷേ ഞാൻ കത്തി പിടിച്ചു വെച്ചു. അപ്പോഴേക്കും അവൾ ചില ഞരമ്പുകൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഞാൻ അവളെ ചികിത്സിച്ചു. അങ്ങനെ അവൾ ആരോഗ്യവതിയായി. പിന്നെ അവൾ ശരിയായി പ്രായച്ചിത്ത ചെയ്തു. അമീറുൽ മോമിനീൻ, ഇപ്പോൾ അവളുടെ വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് കുട്ടിയുടെ വിവാഹാലോചനകൾ വരുന്നു. ഞാൻ അവളുടെ പഴയ ജീവിതത്തെ പറ്റി പറയണമോ? അതായത് എന്തായിരുന്നു അവളുടെ ജീവിതം, അവളുടെ പഴയ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു, അവൾക്ക് എന്തെല്ലാമാണ് സംഭവിച്ചത് എന്നൊക്കെ ഹദ്റത്ത് ഉമർ ചോദിച്ചു. അള്ളാഹു അവളുടെ ന്യൂനതകൾ മറച്ചു വെച്ചിരിക്കെ നീ അത് വെളിപ്പെടുത്തുകയാണോ? അള്ളാഹുവാണേ, നീ അവളുടെ കാര്യത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നാട്ടുകാർക്ക് മുഴുവൻ ഗുണപാഠകമായ രീതിയിൽ നിന്നെ ശിക്ഷിക്കുന്നതാണ്. അതായത് നീ അവളെ നല്ല ചാരിത്രമുള്ള മുസ്ലിം സ്ത്രീയുടെ ഇതുപോലെ വിവാഹം നടത്തി കൊടുക്കുക, മറ്റെല്ലാം മറക്കുകയും ചെയ്യുക. അംവാസിലെ പ്ലേഗും ഹദ്റത്ത് ഉമറിന് ജനങ്ങളുടെ ജീവനെ സംബന്ധിച്ചുണ്ടായിരുന്ന ആകുലതകളെ സംബന്ധിച്ച് പറയുന്നു. റമലയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ വഴിയിൽ 6 മൈൽ ദൂരത്തുള്ള കരയുടെ പേരാണ് അംവാസ്. ചരിത്ര പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഇവിടെ നിന്നാണ് പ്ലേഗ് പുറപ്പെട്ടത്. അത് ആ പ്രദേശത്ത് മുഴുവൻ, ഷാമിൽ മുഴുവൻ പടർന്നു. അങ്ങനെയാണത് അംവാസിലെ പ്ലേഗ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ രോഗം കാരണം ഷാമിൽ എണ്ണമറ്റ മരണങ്ങളുണ്ടായി. ചിലരുടെ കണക്ക് പ്രകാരം അത് കാരണം 25,000-ഓളം ആൾ മരണപ്പെടുകയുണ്ടായി. ഹിജ്റ 17 ഹദ്റത്ത് ഉമർ മദീനയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെട്ടു. സഹ് എന്ന സ്ഥലത്ത് എത്തി സൈനിക മേധാവികളെ ആയി കൂടിക്കാഴ്ച നടത്തി. അബൂ സോദാദ് കൂടിക്കാഴ്ച നടത്തി. സ്വർഗ് ഷാമിന്റെയും ഇജാസിന്റെയും അതിർത്തികളിൽ തബൂക്ക് താഴ്വരയിലെ ഒരു പ്രദേശമാണ്. അംവാസ് പ്രദേശത്ത് രോഗം പടർന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം കൂടിയാലോചനയ്ക്ക് ശേഷം തിരിച്ചു വന്നു. ഇതിന്റെ വിശദാംശങ്ങൾ സഹീഹ് ബുഖാരിയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസ്രത്ത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് വിവരിക്കുന്നു, ഇതിനു മുമ്പ് മറ്റു സന്ദർഭത്തിൽ ഈ സംഭവം വിവരിക്കപ്പെട്ടുള്ളതാണ്. ഹദ്റത്ത് ഉമർ സർഗ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ സൈന്യത്തിന്റെ നേതാക്കളുമായും ഹദ്റത്ത് അബൂ ഉബൈദയും കൂടെയുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തി. ഷാമിൽ പകർച്ചവ്യാധി പുറപ്പെട്ടിരുന്നു എന്ന് അവർ ഉമറിനോട് പറഞ്ഞു. ഹദ്റത്ത് ഉമർ അഭിപ്രായം ആരായുന്നതിന് മുഹാജിരീങ്ങളിൽ പ്രഥമരായിട്ടുണ്ടായിരുന്നവരുടെ തന്നടുക്കിലേക്ക് ഒഴിപ്പിച്ചു. ഹദ്റത്ത് ഉമർ അവരുമായി കൂടി ആലോചിച്ചു.
മുഹാജിരിങ്ങളുടെ ഇടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. ചിലർ പറഞ്ഞത് ഇവിടെയൊന്നും പിന്തിരിഞ്ഞു പോകരുതെന്നാണ്. എന്നാൽ ചിലർ പറഞ്ഞത് ഈ സൈന്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുണ്ട്, അവരെ ഈ പകർച്ചവ്യാധിയിൽ അകപ്പെടുത്തരുത് എന്നായിരുന്നു. അവരുമായി കൂടിയാലോചന നടത്തി. എന്നാൽ അൻസാറുകളിലും മുഹാജിറുകളെ പോലെ ഭിന്നാഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഹദ്റത്ത് ഉമർ അൻസാറുകളെയും പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, മക്ക വിജയ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ഖുറൈശികളിൽപ്പെട്ട വൃദ്ധരായവരോട് വരാൻ പറയുക. അവർ ഒരുമിച്ച് കൂടി. അവർ ഒന്നടക്കം അഭിപ്രായം പറഞ്ഞത് എല്ലാവരെയും കൂട്ടി തിരിച്ചു പോകണമെന്നും ഇവരെയും കൂട്ടി പകർച്ചവ്യാധിയുള്ള സ്ഥലത്തേക്ക് പോകരുത് എന്നുമാണ്. ഹദ്റത്ത് ഉമർ തിരിച്ചു പോവാനുള്ള അറിയിപ്പ് നൽകി. ഹദ്റത്ത് അബൂ ഉബൈദ ഈ സന്ദർഭത്തിൽ ചോദിച്ചു, അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ഓടിപ്പോകാൻ കഴിയുമോ? ഉമർ പറഞ്ഞു, അതേ, നമ്മൾ അള്ളാഹുവിന്റെ ഒരു വിധിയിൽ നിന്നും അള്ളാഹുവിന്റെ മറ്റൊരു വിധിയിലേക്ക് ഓടിപ്പോവുകയാണ്. നിങ്ങളുടെ പക്കൽ ഒരു ഒട്ടകം ഉണ്ടെന്ന് കരുതുക. നിങ്ങളതുമായി രണ്ടറ്റങ്ങളുള്ള ഒരു താഴ്വരയിലെത്തി. അതിൻ്റെ ഒരറ്റത്ത് പച്ചപ്പും മറ്റേ അറ്റത്ത് ഉണങ്ങിയതും. നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തിന് പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്ത് മേയാൻ വിട്ടാലും ഉണങ്ങിയ സ്ഥലത്ത് മേയാൻ വിട്ടാലും അള്ളാഹുവിൻ്റെ തക്തീരിൽപ്പെട്ടത് തന്നെയല്ലേ? നിവേദകൻ പറയുന്നു, ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്തോ തിരക്ക് കാരണം നേരത്തെ വരാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് അവിടെ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞാൽ അവിടേക്ക് പോകരുത്. എന്നാൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകരുത്. ഇത് കേട്ടപ്പോൾ ഉമർ അള്ളാഹുവിന് നന്ദി പറഞ്ഞു തിരിച്ചു പോന്നു. ഹദ്റത്ത് ഉമർ മദീനയിൽ നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പകർച്ചവ്യാധിയുള്ള സ്ഥലത്ത് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടെയുള്ളവരുമായി തിരിച്ചു വന്നു. ഹദ്റത്ത് അബൂ ഉബൈദ സൈന്യത്തിന്റെ നേതാവായിരുന്നു. മുമ്പേ തന്നെ പകർച്ചയുള്ള സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് അദ്ദേഹവും മുസ്ലിം സൈന്യവും അവിടെ തന്നെ നിന്നു. ആരൊക്കെ എവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. മദീനയിലെത്തി ഹദ്റത്ത് ഉമർ ഷാമിലെ മുസ്ലിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതായത് അവരെ പകർച്ചവ്യാധിയുടെ വിപത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാമെന്ന്. പ്രത്യേകിച്ച് ഹദ്റത്ത് ഉമറിന് ഹദ്റത്ത് അബൂ ഉബാദയെ കുറിച്ച് നല്ല അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഒരു ദിവസം ഹദ്റത്ത് ഉമർ അബൂ ഉബൈദയ്ക്ക് ഒരു കത്തയച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരുപാട് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കത്ത് കിട്ടിയാൽ ഉടനെ നിങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുക. ഈ കത്ത് രാത്രിയാണ് ലഭിക്കുന്നതെങ്കിൽ രാവിലെയാകാൻ കാത്തു നിൽക്കരുത്. അതുപോലെ രാവിലെയാണ് ലഭിക്കുന്നതെങ്കിൽ രാത്രിയാവാനും കാത്തു നിൽക്കരുത്. ഈ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് ഹദ്റത്ത് ഉബൈദയോട് ഉണ്ടായിരുന്നത്. ഹദ്റത്ത് അബൂ ഉബൈദ കത്ത് വായിച്ചപ്പോൾ പറഞ്ഞു, അമീർ മോമിനിന്റെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു ഉമറിന്റെ മേൽ കരുണ. അദ്ദേഹം നിലനിൽക്കാത്തതിനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അതായത് എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അള്ളാഹുവിനാണ് അറിയുന്നത്. അബൂ ഉബൈദ അങ്ങനെയാണ് ചിന്തിച്ചത്. പിന്നീട് ആ കത്തിന് മറുപടി നൽകി, അമീർ മോമിനീൻ, ഞാൻ അങ്ങയുടെ ഉദ്ദേശം മനസ്സിലാക്കി. എന്നെ വിളിക്കരുത്. ഇനി ഇവിടെ തന്നെ നിൽക്കാൻ അനുവദിച്ചാലും ഞാൻ മുസ്ലിം സൈന്യത്തിലെ ഒരംഗമാണ്. എന്താണ് വിധിക്കപ്പെട്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് മുഖം തിരിക്കാൻ സാധിക്കുക? ഹദ്റത്ത് ഉമർ ആ കത്ത് വായിച്ചപ്പോൾ കരയുകയായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്നവർ ചോദിച്ചു, അമീർ മുഅ്മിനീൻ അബൂ ഉബൈദ വഫാത്തായോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ചിലപ്പോൾ ആയേക്കാം. ഹദ്റത്ത് ഉമർ മുതിർന്നവരായ സഹാബാക്കളിൽ നിന്ന് അഭിപ്രായം തേടിയതിനു ശേഷം അബൂ ഉബൈദയ്ക്ക് കത്തെഴുതിക്കൊണ്ട് പറഞ്ഞു, താങ്കൾ ജനങ്ങളെയും കൊണ്ട് താഴ്വരയിലാണ് തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഉയർന്ന പ്രദേശവും കാറ്റ് സുഖവുമായി ലഭിക്കുന്ന സ്ഥലത്തേക്കും പോവുക. താഴ്ന്ന സ്ഥലം ഒഴിവാക്കി ഉയർന്ന സ്ഥലത്തേക്ക് പോവുക. ശുദ്ധമായ കാറ്റ് ലഭിക്കുന്ന ഏതെങ്കിലും മലയുടെ മുകളിലേക്ക് പോവുക. അബൂ ഉബൈദ ഈ കൽപ്പന പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് പകർച്ചവ്യാധി പിടികൂടുകയും അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. ഹദ്റത്ത് അബൂ ഉബൈദ തന്റെ പിൻഗാമിയായി മുആദ് ബിൻ ജബലിനെ നിർദ്ദേശം ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിനും പകർച്ചവ്യാധി പിടിപെട്ടു. അദ്ദേഹം വഫാത്തായി. ഹദ്റത്ത് മുആദ് ബിൻ ജബൽ തന്റെ പ്രതിനിധിയായി ഹദ്റത്ത് അംർ ബിൻ ആസിനെ നിയമിച്ചു.
അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി പറഞ്ഞു, ഈ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടാൻ കാരണം അഗ്നിയെപ്പോലെ പടരുന്നു. മലമുകളിൽ അഭയം പ്രാപിച്ചു രക്ഷപ്പെടാൻ ശ്രമിക്കുക. അദ്ദേഹം ജനങ്ങളെയും കൂട്ടി മലമുകളിലേക്ക് പോയി. അവസാനം പകർച്ചവ്യാധിയുടെ ശക്തി ക്ഷയിച്ചു, കുറഞ്ഞില്ലാതായി. ഹദരത്ത് ഉമറിന് ഹദരത്ത് അമ്രബിന് ആസിന്റെ ഈ പ്രഭാഷണത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി എന്ന് മാത്രമല്ല, അബൂ ഉബൈദയ്ക്ക് നൽകിയ കൽപ്പനയുടെ പൂർത്തീകരണമായി അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന് പുറമെ ഹദരത്ത് മുആദ് ബിൻ ജബൽ, ഹദരത്ത് യസീദ് ബിൻ അബൂ സുഫിയാൻ, ഹദരത്ത് ഹാരിസ് ബിൻ ഹിഷാം, ഹദരത്ത് സുഹൈൽ ബിൻ അമ്ര, ഹദരത്ത് ഉത്ബ ബിൻ സുഹൈൽ, കൂടാതെ മറ്റു പല വ്യക്തികളും ഈ പകർച്ചവ്യാധി കാരണം വഫാത്തായി. അംവാസിലെ പകർച്ചവ്യാധി കഴിഞ്ഞു വരുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് ഹദരത്ത് മുസ്ലിം അള്ളാഹുവിനടുത്ത് ഇപ്രകാരം വിവരിക്കുന്നു: ഷാമിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ അവിടെ പകർച്ചവ്യാധി ഉണ്ടായി. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് സൈന്യത്തെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി സംവിധാനം ഏർപ്പെടുത്തുന്നതായി ഹദരത്ത് ഉമർ അവിടെ ഏർപ്പെടുത്തുകയുണ്ടായി. ഹദരത്ത് ഉമർ സ്വയം അവിടെ പോവുകയുണ്ടായി. എന്നാൽ രോഗത്തിൻ്റെ ആക്രമണം ശക്തമായപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, തങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, തങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോയാലും. അദ്ദേഹം തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോൾ ഹദരത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ തക്തീരിൽ നിന്ന് ഓടിപ്പോവുകയാണോ? ഹദരത്ത് ഉമർ മറുപടി നൽകി, അതേ, നാം അള്ളാഹുവിൻ്റെ ഒരു തക്തീരിൽ നിന്ന് മറ്റൊരു തക്തീരിലേക്ക് ഓടിപ്പോവുകയാണ്. ഭൗതികമായ മാർഗങ്ങൾ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല, എന്നാൽ ഭൗതികമായ മാർഗങ്ങളെ ദീനിന്റെ കീഴിലാണ് ആക്കി വെക്കേണ്ടത്. ഹദരത്ത് ഉമറിന്റെ ദുആ സ്വീകാര്യതയിലെ സംഭവങ്ങളുണ്ട്. ഹദരത്ത് ഖവാസ് ബിൻ ജുബൈർ പറയുന്നു, ഹദരത്ത് ഉമർ അള്ളാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ജനങ്ങൾ കഠിനമായ വരൾച്ചയിൽ അകപ്പെട്ടു. ഹദരത്ത് ഉമർ ജനങ്ങളുമായി പുറപ്പെട്ടു. മഴയ്ക്ക് വേണ്ടിയുള്ള 2 റക്അത്ത് ഇസ്തിഗാസ നമസ്കരിപ്പിച്ചു. പുതപ്പ് തന്റെ ചുമലിലും ഇട്ടു. എന്നിട്ട് വലതു ഭാഗത്തെ പുതപ്പിച്ചു. ശേഷം ഇടതുഭാഗത്തേക്ക് നെഞ്ചിയും ഇടതുഭാഗത്തേക്കും പുതപ്പ് തന്റെ 2 ചുമലിലും ഇട്ടു. എന്നിട്ട് വലതു ഭാഗത്തെ പുതപ്പിന്റെ അറ്റം ഇടതുഭാഗത്തേക്കും ഇടതുഭാഗത്തിന്റെ പുതപ്പിന്റെ അറ്റം വലതുഭാഗത്തേക്കും ഇട്ടു. എന്നിട്ട് തിരിച്ചും ചെയ്തു. എന്നിട്ട് കൈ ഉയർത്തുക ചെയ്തു. അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക വ നസ്തസ്കിയക. അള്ളാഹുവെ, ഞങ്ങൾ നിന്നോട് പൊറുക്കലിനെ തേടുകയും വെള്ളത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദുആ ചെയ്ത് പിന്നോട്ട് മാറുന്നതിന് മുമ്പ് തന്നെ മഴയാൻ തുടങ്ങി. നിവേദകൻ പറയുന്നു, ഗ്രാമീണരായ ജനങ്ങൾ ഉമറിന്റെ അടുക്കലേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞങ്ങളുടെ താഴ്വരയിലായിരുന്നപ്പോൾ ഒരു ശബ്ദം കേട്ടു. അബൂ സുഫിയാന്റെ മഴ നിങ്ങളിൽ വർഷിച്ചു. ഹദരത്ത് അഫ്സിന്റെ മഴ നിങ്ങളിൽ വർഷിച്ചു എന്നല്ല. ഉമർ അല്ലാഹു അൻഹു ദുആ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് നൈൽ നദി ഒഴുകിയതുമായി ഒരു സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. നൈൽ നദി വറ്റുമ്പോൾ അതിൽ വെള്ളം ഒഴുക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന് മുമ്പ് അവിടെ ഒരു ആചാരമുണ്ടായിരുന്നു. ആ ആചാരം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അള്ളാഹുവിനറിയാം. എന്നാൽ ഇസ്ലാം വന്ന് ആ ആചാരം നിർത്തലാക്കി. ആ ആചാരം നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട് വിവരിക്കപ്പെട്ട സംഭവം ഇപ്രകാരമാണ്: ഖൈസ് ബിൻ ഹജ്ജാജിൽ നിന്നും നിവേദനം, മിസ് ജയിച്ചടക്കിയപ്പോൾ അവിടുത്തുകാർ അജമി മാസത്തിലെ ഏതോ ഒരു ദിവസം അമ്ർ ബിൻ ആസിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ അമീർ, ഞങ്ങളുടെ നൈൽ നദിയുമായി ബന്ധപ്പെട്ടൊരു ആചാരമുണ്ട്, അത് നടത്താതെ അത് ഒഴുകുകയില്ല. ഹദരത്ത് അമർ ചോദിച്ചു, അതെന്താണ്? ജനങ്ങൾ പറഞ്ഞു, ഈ മാസത്തിന്റെ 11 രാത്രി കഴിയുമ്പോൾ ഞങ്ങൾ ഒരു യുവതിയുടെ അടുക്കളയ്ക്ക് അവളുടെ മാതാപിതാക്കൾ ഉള്ളപ്പോൾ പോകുന്നു. എന്നിട്ട് അവളുടെ മാതാപിതാക്കളെ സമ്മതിപ്പിച്ചുകൊണ്ട് അവളുടെ നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളും അണിയിക്കുന്നു. പിന്നെ അവളെ നൈൽ നദിയിൽ എറിയുന്നു. ഹദരത്ത് അമർ പറഞ്ഞു, ഇസ്ലാമിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല. അതിനു മുമ്പേ ഇസ്ലാമിലും ഉണ്ടായിരുന്നു ഇത്. അത്തരത്തിലുള്ള എല്ലാ ആചാരങ്ങളും നിർത്തലാക്കുന്നു. അവർ അവിടെ നിന്ന് നൈൽ നദിയിൽ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നില്ല. അവസാനം അവർ ആ സ്ഥലം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഇത് കണ്ടപ്പോൾ ഹദരത്ത് ഉമർ ബിൻ ഖത്താബ് ഇക്കാര്യത്തെക്കുറിച്ച് എഴുതി,
ഹദരത്ത് ഉമറിന് മറുപടിയായി ഹദരത്ത് അംർ ഇബ്നു ആസ് ഇപ്രകാരം മറുപടി നൽകി, തങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ശരിയാണ്. ഇസ്ലാം അതിനു മുമ്പുണ്ടായിരുന്ന അത്തരം ആചാരങ്ങളെ നിർത്തലാക്കി. ഇസ്ലാം അദ്ദേഹം കത്തിന്റെ ഉള്ളടക്കം ഒരു ചെറിയ കടലാസിൽ വെച്ചു. അദ്ദേഹം ഹദരത്ത് അംറിനോട്, ഞാൻ ഈ കത്തിനുള്ളിൽ കടലാസ് വെച്ചിട്ടുണ്ട്, അത് നൈൽ നദിയിൽ എറിയുക. ഹദരത്ത് ഉമറിന്റെ കത്ത് ഹദരത്ത് അംർ ഇബ്നു ആസിന് ലഭിച്ചപ്പോൾ അദ്ദേഹം ആ കടലാസ് തുറന്നു നോക്കി. അതിലിങ്ങനെ എഴുതിയിരുന്നു, അള്ളാഹുവിന്റെ ദാസനായ ഉമർ ഇബ്നു ഖത്താബിൽ നിന്നും നൈൽ നദിക്ക്, അല്ലയോ നൈൽ, നീ സ്വയം ഒഴുകുന്നുവെങ്കിൽ ഒഴുകണ്ട, എന്നാൽ അള്ളാഹുവാണ് നിന്നെ ഒഴുക്കിയതെങ്കിൽ ഏകനായ ആ അള്ളാഹുവിനോട് നിന്നെ ഒഴുക്കുന്നതിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണ്. ഹദരത്ത് അംർ ഇബ്നു ആസ് ആ കടലാസ് കുരിശുത്സവം നടക്കുന്നതിന് ഒരു ദിവസം മുമ്പേ നദിയിൽ എറിഞ്ഞു. രാവിലെ ആയപ്പോൾ അള്ളാഹു നൈൽ നദിയിൽ 16 KK അളവ് വെള്ളം അധികം ഒഴുക്കുകയുണ്ടായി. അള്ളാഹു മിസ്രിന്റെ ഈ അനാചാരം നിർത്തലാക്കി. അധിക ഗ്രന്ഥങ്ങളും ഈ സംഭവം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഹദരത്ത് ഉമറിന്റെ ചരിത്രം വിവരിക്കുന്ന ഒരു ചരിത്രകാരൻ ഹദരത്ത് ഹുസൈൻ ഹൈക്കൽ ഇത് നിഷേധിച്ചുകൊണ്ട് പറയുന്നു, അത്തരത്തിലുള്ള ഒരാചാരവും ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ഇങ്ങനെയൊരു സംഭവം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു യുദ്ധത്തിൽ വെച്ച് ഹദരത്ത് ഉമർ അല്ലാഹു അൻഹു ഒരു ശബ്ദം കേൾക്കാനിടയായ സംഭവമുണ്ട്. മുമ്പ് വിവരിക്കപ്പെട്ടുള്ളതാണ്. ഇവിടെയും ഇതുമായി ബന്ധപ്പെട്ട് വിവരിക്കുകയാണ്. ദുആ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പെരുമാറ്റ രീതിയാണ്. അത് ചരിത്രസന്ധമായ തബ്രിയിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഹദരത്ത് ഉമർ ഹദരത്ത് സാരിയ ബിൻ സുനൈമിനെ ഫസ, ദാറുൽ ഹജർ എന്നീ പ്രദേശങ്ങളിലേക്ക് അയച്ചു. അദ്ദേഹം അവിടെ എത്തി ജനങ്ങളെ വളഞ്ഞു. എന്നിട്ട് അവരുടെ സഹായികളെ സഹായത്തിനായി വിളിച്ചു. ഉമർ സൈന്യത്തെ ആക്രമിക്കുന്നതിനായി, പക്ഷേ അവർ മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി. അവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിം സൈന്യത്തെ വളയുകയുണ്ടായി. ഹദരത്ത് ഉമർ ജുമാ ദിവസം ഖുത്ബ നൽകുകയായിരുന്നു. അപ്പോൾ ഉമർ പറഞ്ഞു, യാ സാരിയ ബിൻ സുനൈം അൽ ജബൽ, അതായത് അല്ലയോ സാരിയ ബിൻ സുനൈം, പർവ്വതം. മുസ്ലിം സൈന്യം നിന്ന സ്ഥലത്തിനടുത്ത് ഒരു പർവ്വതമുണ്ടായിരുന്നു. അഥവാ അവർ അതിൽ അഭയം പ്രാപിച്ചിരുന്നുവെങ്കിൽ ശത്രുക്കൾക്ക് ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ആക്രമിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവർ ആ പർവ്വതത്തിൽ അഭയം പ്രാപിച്ച് ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുകയുണ്ടായി. ഒരുപാട് യുദ്ധമുദ്രകൾ ലഭിച്ചു. ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമും ഈ സംഭവത്തെ വിവരിച്ചിട്ടുണ്ട്. പറയുന്നു, അള്ളാഹു സഹാബാക്കളിൽ നിന്ന് ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹദരത്ത് മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിന്റെ ഉദ്ധരണിയുടെ പൂർണ്ണരൂപം കഴിഞ്ഞ ഖുത്ബയിൽ കൽപ്പിച്ചിട്ടുള്ളതാണ്. നൈൽ നദി ഒഴുകിയതുമായി ബന്ധപ്പെട്ട സംഭവവും നാം നോക്കുകയാണെങ്കിൽ അതും ശരിയാണ് എന്ന് മനസ്സിലാകുന്നു. ചില ചരിത്രകാരന്മാർ അത് ശരിയാണെന്ന് അംഗീകരിക്കുന്നില്ല. ഹദരത്ത് ഉമറിന്റെ തൊപ്പിയുടെ ബർക്കത്തും റോമിലെ കൈസറുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. ഹദരത്ത് മുസ്ലിം മോദ സംഭവം വിവരിക്കുന്നു. ഹദരത്ത് ഉമറിന്റെ കാലത്തൊരിക്കൽ കൈസറിന് കഠിനമായ തലവേദന ഉണ്ടായി. എല്ലാ തരം ചികിത്സയും ചെയ്തു, പക്ഷേ മാറിയില്ല. ആരോ പറഞ്ഞു, ഹദരത്ത് ഉമറിന് നിങ്ങളുടെ അവസ്ഥകൾ വെച്ചുകൊണ്ട് എഴുതുക, ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും അയച്ചു തരാൻ അപേക്ഷിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും അയച്ചു തരാൻ അപേക്ഷിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും അയച്ചു തരുന്നതാണ്. അദ്ദേഹത്തിന്റെ ആ ദുആ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ശിഫ ലഭിക്കും. അദ്ദേഹം ഉമർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തന്റെ സന്ദേശവാഹകൻ അയച്ചു. അദ്ദേഹം ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ച് ഇരിക്കുന്നത് കണ്ടു. ഇവരൊക്കെ അഹങ്കാരികളായ ആളുകളാണ്, എൻ്റെ അടുക്കലേക്കൊന്നും വരില്ല. ഇപ്പോൾ ബുദ്ധിമുട്ടിൽ അകപ്പെടുമ്പോൾ സന്ദേശവാഹകനെ എൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും തബറുക്ക് അയച്ചു കൊടുത്താൽ അതിന് അവർ വില കുറിച്ച് കണ്ടുകൊണ്ട് അല്ലാതെ ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് അഹങ്കാരം ഇല്ലാതാക്കുകയും എന്നാൽ തബറുക്ക് ആവുന്നതുമായ എന്തെങ്കിലും കൊടുത്തയക്കുകയും വേണം. അങ്ങനെ അദ്ദേഹത്തിനൊരു തൊപ്പി, അതിൽ അങ്ങിങ്ങായി അടയാളങ്ങളുണ്ടായിരുന്നു. അഴുക്ക് കാരണം കറുത്തു പോയിരുന്നു. അയച്ചു കൊടുത്തു. അദ്ദേഹം ആ തൊപ്പി കണ്ടപ്പോൾ ഇഷ്ടമായില്ല. ആ തൊപ്പി അണിഞ്ഞില്ല.
എന്നാൽ അള്ളാഹു അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമേ ഈ അനുഗ്രഹങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വേദന അതികഠിനമായി വരുമ്പോൾ തന്റെ അഞ്ചന്മാരോട് ഉമർ തൊപ്പി അണിയുവാൻ വേണ്ടി എടുത്ത് വെച്ചത് കൊണ്ടുവരാൻ പറയുമായിരുന്നു. അങ്ങനെ തൊപ്പി അണിഞ്ഞുകൊണ്ട് വേദന വിട്ടുമാറാൻ തുടങ്ങി. അയാൾക്ക് എല്ലാ 8-ാം ദിവസമോ 10-ാം ദിവസമോ വേദന വരാൻ തുടങ്ങി. അതുകൊണ്ട് ദർബാറിൽ ഇരിക്കുമ്പോഴൊക്കെ ഉമർ അള്ളാഹുനക്ക് കൊടുത്തയച്ച തൊപ്പി അണിയുന്നത് പതിവായി. ഹദ്റത്ത് മുസ്ലിം അള്ളാഹുനക്ക് പറയുന്നു, ഈ അടയാളത്തിന് പിന്നിൽ മറ്റൊരു കാര്യവും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി കൈസറിന്റെ അടുക്കൽ തടവിലായിരുന്നു. അയാൾ ആ സഹാബിയെ പന്നി ഇറച്ചി തീറ്റിക്കുവാനുള്ള കൽപ്പന നൽകിയിരുന്നു. അദ്ദേഹം വിശപ്പ് സഹിച്ചു, എന്നാലും പന്നിയുടെ അടുക്കലേക്ക് പോയില്ല. ഇസ്ലാമിന്റെ നിർബന്ധ സാഹചര്യത്തിൽ പന്നി കഴിക്കാം എന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ സഹാബിയാണ്, എനിക്ക് അതിന് സാധിക്കില്ല. ഒരുപാട് ദിവസം വിശന്ന് മരണത്തോടടുക്കുമ്പോൾ കൈസർ അദ്ദേഹത്തിന് റൊട്ടി നൽകുമായിരുന്നു. അദ്ദേഹത്തിന് വീണ്ടും ശക്തി ലഭിക്കുമ്പോൾ പന്നിയിറച്ചി തീറ്റിക്കുവാൻ പറയും. ഇങ്ങനെ അദ്ദേഹത്തെ ജീവിക്കാനും മരിക്കാനും അനുവദിച്ചില്ല. ഒരാൾ പറഞ്ഞു, നിനക്ക് ഈ തലവേദന ഒരു മുസ്ലിമിനെ തടവിൽ നിന്ന് വെച്ചത് കൊണ്ടാണെന്നും അതുകൊണ്ട് അതിനൊരു ചികിത്സ ആവശ്യമാണ് എന്നുള്ളതും അത് ഉമറിനോട് ദുആക്ക് അപേക്ഷിക്കുക എന്നതാണെന്നും അറിയുക. തബറുക്കായി എന്തെങ്കിലും അയച്ചു തരാൻ പറയുക. ഹദ്റത്ത് ഉമർ തൊപ്പി അയക്കുകയും തലവേദന മാറുകയും ചെയ്തു. അതിൽ പ്രഭാവിതനായിക്കൊണ്ട് ആ സഹാബിയെ വിട്ടയക്കുകയും ചെയ്തു. നോക്കുക, കൈസർ ഒരു സഹാബിയെ ബുദ്ധിമുട്ടിക്കുന്നു. അള്ളാഹു അതിനുള്ള ശിക്ഷയായി അയാളുടെ തലയിൽ വേദന ഉണ്ടാക്കുന്നു. മറ്റൊരാൾ അഭിപ്രായം പറയുന്നു, ഉമറിൽ നിന്നും തബറുക്ക് അയച്ചു തരാൻ അപേക്ഷിക്കുക എന്ന്, ദുആ ചെയ്യാൻ അപേക്ഷിക്കുക. അദ്ദേഹം തബറുക്ക് അയക്കുന്നു. കൈസറിന്റെ വേദന മാറുന്നു. അങ്ങനെ അള്ളാഹു ആ വ്യക്തിയുടെ, ആ സഹാബിയുടെ മോചനത്തിലുള്ള മാർഗം തുറന്നു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത ആ വ്യക്തിക്ക് ബോധ്യമായിരുന്നു. തഫ്സീർ റാസിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കൈസർ ഹദ്റത്ത് ഉമറിന് എഴുതി, എനിക്ക് തലവേദനയുണ്ടെന്ന് മാറുന്നില്ല, താങ്കൾ എനിക്ക് വേണ്ടി എപ്പോഴെങ്കിലും മരുന്ന് കൊടുത്തയച്ചാലും. അപ്പോൾ ഹദ്റത്ത് ഉമർ അദ്ദേഹത്തിന് തന്റെ തൊപ്പി കൊടുത്തയച്ചു. അതിരിക്കുമ്പോൾ തലവേദന മാറുകയും അത് മാറ്റുമ്പോൾ വേദന വരികയും ചെയ്യുമായിരുന്നു. ഇത് കണ്ട അയാൾക്ക് അത്ഭുതമായി. ആ തൊപ്പി പരിശോധിച്ചു. അതിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയൊരു കടലാസ് കണ്ടു. ഇത് തഫ്സീറെ റാസിയിലുള്ള വിവരണമാണ്. അതിനകത്ത് ഉമറിന്റെ ചില ദുആകളുണ്ട്. അമർ ബിനു മൈമൂൻ പറയുന്നു, ഉമർ ഈ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ തവഫനി മാൽ അബ്റാരി വലാ തുഖ്ലിഫ്നി ഫിൽ അശ്റാരി വഖിനി അസാബന്നാരി വഅൽഹിഖ്നി ബിൽ അഖ്യാർ. അല്ലാഹുവേ, എന്നെ നന്മയുള്ളവരുടെ കൂടെ മരിപ്പിക്കണമേ, നന്മ ചെയ്യുന്നവരുടെ കൂടെ പുറന്തള്ളണമേ, എന്നെ തീയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. യഹ്യ ബിൻ സയ്യിദ് ബിൻ മുസൈബ് നിവേദനം ചെയ്യുന്നു, ഹദ്റത്ത് ഉമർ മീനയിൽ നിന്നും മടങ്ങുമ്പോൾ തൻ്റെ ഒട്ടകത്തെ അബ്തിഹിൽ എന്ന സ്ഥലത്തളയ്ക്കുകയും ബത്ത്ഹ താഴ്വരയിലെ കല്ലുകളിൽ കൂനിയാക്കി അതിന്മേൽ തൻ്റെ പുതപ്പ് വിരിച്ച് കിടക്കുകയും ചെയ്തു. തൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹുമ്മ കബുറത്ത് മിൻ സിന്നി വസൗഫത്ത് ഖുവ്വത്തി വന്തശിറത്ത് റയ്യത്തി വഹ്ഫസ്നി ഇലൈക ഗൈറ മുസയ്യിനി വല മുഫരിദ്. അള്ളാഹുവെ, എനിക്ക് വയസ്സധികമായിരിക്കുന്നു, എൻ്റെ ശക്തി കുറഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രജകൾ അധികമായിരിക്കുന്നു. നീ എന്നെ വൃഥാവിലാക്കാതെയും ബലക്ഷയം വരുത്താതെയും മരിപ്പിച്ചാലും. അങ്ങനെ ദുൽഹജ്ജ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് മേൽ ആക്രമണം ഉണ്ടാവുകയും ഷഹീദാവുകയും ചെയ്തു. ഹദ്റത്ത് ഇബ്നു ഉമർ നിവേദനം ചെയ്യുന്നു, വരൾച്ചയുടെ നാളുകളിൽ ഹദ്റത്ത് ഉമർ ചെയ്യാതിരുന്ന ഒരു കാര്യവും കൂടി ചെയ്യാൻ തുടങ്ങി. അതെന്തായിരുന്നു എന്നാൽ, ഇശ നമസ്കരിപ്പിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിൽ പ്രവേശിക്കുകയും രാത്രി അന്ത്യയാമം വരെ തുടർച്ചയായി നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പുറത്തു വരികയും മദീന തെരുവുകളിൽ റോന്തുവിറ്റുകയും ചെയ്യുമായിരുന്നു. ഒരു രാത്രി ഇടയത്താഴത്തിന് സമയത്ത് അദ്ദേഹം ഇപ്രായം ദുആ ചെയ്യുന്ന ഞാൻ കേട്ടു, അല്ലാഹുമ്മ ലാ തജ്അൽ ഹലാക
ഉമ്മത്തി മുഹമ്മദിൻ അലായതൈ. അള്ളാഹുവെ, എൻ്റെ കൈ കൊണ്ട് മുഹമ്മദിന്റെ ഉമ്മത്തിനെ നാശത്തിൽ വീഴ്ത്തരുതേ. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മനുഷ്യൻ പൂർണ്ണമായും തൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ആരാധന നിർവഹിക്കേണ്ടത്. പിന്നെ മറ്റുള്ളവർ അവനെ കുറിച്ച് നല്ല വിചാരിച്ചാലും ചീത്ത വിചാരിച്ചാലും അവനതിന് മുഖവിലിക്കെടുക്കേണ്ട കാര്യമില്ല. തൻ്റെ പുറമേയുള്ള വ്യക്തിത്വത്തെ മനഃപൂർവ്വം ചീത്തയാക്കുക എന്നുള്ളത് ശരിയായ കാര്യമല്ല എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ദുആയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് ഉമറിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. അത് ഇപ്രകാരമാണ്: അല്ലാഹും ബിജൽ സരീരത്തി ഖൈറൻ മിൻ അലാ അനാനിയത്തി വജ്അൽ അലാ അനാനിയത്തി സാലിഹ. അള്ളാഹുവിൻ്റെ ആന്തരിക ബാഹ്യങ്ങൾ നല്ലതിലാക്കണമേ, എൻ്റെ ബാഹ്യത്തെയും മികച്ചതാക്കണമേ. മസ്ജിദ് നബിയിലും നമസ്കാരത്തിൽ പാലിക്കേണ്ട അപരാധികളെ കുറിച്ചുള്ള ബോധത്തെക്കുറിച്ചുള്ള വിവേചനം ഹദ്റത്ത് സാഹിബിന് യസീദ് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ പള്ളിയിൽ നിൽക്കുകയായിരുന്നു. ഒരു വ്യക്തി എന്നെ ചെറിയ കല്ലെറിഞ്ഞു. ഞാൻ ആ വ്യക്തിക്ക് നേരെ നോക്കിയപ്പോൾ അത് ഉമർ ബിൻ ഖത്താബായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പോകൂ, എന്നിട്ട് 2 വ്യക്തികളെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരും. ആ 2 വ്യക്തികൾ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവർ കൂട്ടി വന്നു. ഹദ്റത്ത് ഉമർ ചോദിച്ചു, നിങ്ങൾ 2 പേരും ആരാണ്? ആരോ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ തായിഫിലെ നിവാസികളാണ്. ഹദ്റത്ത് ഉമർ പറഞ്ഞു, നിങ്ങൾ ഈ നരകത്തിൽ ആശകളായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചേനെ. റസൂലുള്ളാഹിയുടെ പള്ളിയിൽ ആരാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത്? ഹദ്റത്ത് ഉബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഫുകൾ ശരിയാകുന്നത് വരെ അല്ലാഹു അക്ബർ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നില്ല. സഫുകൾ ശരിയാക്കുന്നതിന് വേണ്ടി ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അബൂ ഉസ്മാൻ നഹദി പറയുന്നു, നമസ്കാരത്തിനായി ഇമാമത്ത് നൽകിക്കഴിഞ്ഞാൽ ഹദ്റത്ത് ഉമർ സഫുകൾ ശരിയാക്കുന്നതിനെ ഖിബിലയ്ക്ക് പുറംതിരിഞ്ഞ് ജനങ്ങളെ കവിയുമായി നിൽക്കുമായിരുന്നു. എന്നിട്ട് ഇന്നയാൾ മുന്നോട്ട് വരൂ, ഇന്നയാൾ പുറകോട്ട് പോകൂ, നീങ്ങൂ എന്ന് പറഞ്ഞ് സഫുകൾ ശരിയാക്കുമായിരുന്നു. സഫുകൾ ശരിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. ഹദ്റത്ത് ഉമറിന്റെ സാമ്പത്തിക ത്യാഗവും അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നതുമായും കുറിച്ച് ഒരു നിവേദനമുണ്ട്. ഇത് കൂടാതെയും പല നിവേദനങ്ങളുമുണ്ട്. ഹദ്റത്ത് ഇബ്നു ഉമർ പറയുന്നു, ഹദ്റത്ത് ഉമർ ഇബ്നു ഖത്താബ് ഖൈബറിൽ കുറച്ച് സ്ഥലം ലഭിച്ചു. ഈ സ്ഥലത്തെ കുറിച്ച് അഭിപ്രായം മാറാൻ അദ്ദേഹം വിശ്വസിച്ച അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഖൈബറിൽ ഞാൻ കുറച്ച് സ്ഥലമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ നല്ലൊരു സ്വത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. താങ്കൾ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സ്ഥലം വഖഫ് ചെയ്യുകയും അതിന്റെ വരുമാനം ദരിദ്രരിൽ വിതരണം ചെയ്യുകയും ചെയ്തു കൊള്ളുക. നാഫി പറയുന്നു, വിൽക്കുകയോ ദാനമായി നൽകുകയോ അവകാശികൾക്ക് വീതം വയ്ക്കുകയോ ചെയ്യരുത് എന്ന നിബന്ധനയിൽ ഹദ്റത്ത് ഉമർ ആ സ്ഥലം സദഖ നൽകി. അദ്ദേഹം ആ സ്ഥലം അള്ളാഹുവിന്റെ വഴിയിൽ ആവശ്യക്കാർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടിയും അടിമകളെ മോചിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് വേണ്ടിയും അതിഥികൾക്ക് വേണ്ടിയും വഖഫ് ചെയ്തു. ആ സ്ഥലം സംരക്ഷിക്കുന്ന വ്യക്തി അതിൽ നിന്ന് ഭക്ഷിക്കുകയോ മറ്റുള്ളവർക്ക് നൽകുകയോ ചെയ്യാമെന്ന്. എന്നാൽ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നവനാകരുത്. അവസരം ലഭിച്ചപ്പോഴെല്ലാം ഹദ്റത്ത് ഉമറിന്റെ ത്യാഗത്തിന് മുന്നേ ശ്രമിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാമ്പത്തിക ത്യാഗം ചെയ്യാൻ ആഹ്വാനം ചെയ്തപ്പോൾ തന്റെ പാതി സ്വത്ത് ത്യാഗം ചെയ്ത അവസരത്തിലും ഉണ്ട്. ഈ സംഭവം മുൻപ് വിവരിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ദൈവഭയം അദ്ദേഹത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നെന്നാൽ വഫാത്തിന്റെ സമയത്ത് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ഞാനൊരു പ്രതിഫലവും അർഹനല്ല എന്നും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്നത് താൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദൈവഭയത്തിന്റെ നിലവാരം. ഏതായാലും കുറച്ചു കാര്യങ്ങൾ കൂടിയുണ്ട്, വരും ദിവസങ്ങളിൽ വിവരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.